ലിവ് അപ് ടു 80 കൊടുക്കുക. മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 1 lakh rupees ആണ് കിട്ടണമെങ്കിൽ, അപ്പോൾ 1 lakh rupees തന്നെ മന്ത്ലി എക്സ്പെൻസ് കണക്കാക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു 45 year old ആകുമ്പോൾ, 45 വയസ്സാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പാസീവായിട്ട് 1 lakh rupees വന്നുകൊണ്ടിരിക്കണമെങ്കിൽ ടിൽ ദ ടൈം വി ആർ 80 year old, അതായത് 45 വയസ്സ് തുടങ്ങി 80 വയസ്സ് വരെ പാസീവായിട്ട് നമ്മളൊന്നും ചെയ്യാതെ തന്നെ 1 lakh നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് കറൻ്റ്ലി എത്ര ഇൻകം ഉണ്ടാവണം, നമുക്ക് നമ്മുടെ ഈ ഏജിൽ എത്ര ഇൻകം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? 45 പോസിബിൾ ആണോ? 50 പോസിബിൾ? അല്ലെങ്കിൽ ഇന്നത്തെ ഇൻകം വെച്ച് അത് പോസിബിൾ ആണോ? ഇനി ഇൻകം എങ്ങനെ കൂട്ടണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ കൂടുതലും ഫൈനാൻഷ്യൽ കോണ്ടന്റ് ആണ് ഈ യൂട്യൂബിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓൺടർപ്രണർഷിപ്പ്, ബിസിനസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ പല കോണ്ടന്റും ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഒരു വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 15 minutes ഫിനാൻഷ്യൽ പ്ലാനിങ് സെഷൻ വിത്ത് NISM സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റ് ആയിട്ടൊരു 15 minute സെഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട്. ആ സെഷനകത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. കോസ്റ്റ് എങ്ങനെയാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്, എത്ര സെക്ടറിൽ എക്സ്പോഷേഴ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോയ്ക്കകത്ത് വേണ്ട മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫിനാൻഷ്യൽ ക്യൂറേറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കണ്ടന്റ് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് ഒരു 45 അല്ലെങ്കിൽ 45 year old തുടങ്ങി, അല്ലെങ്കിൽ ഒരു 50, അറ്റ്ലീസ്റ്റ് ഒരു 50 year old തുടങ്ങി നമുക്ക് സെമി ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റണം, പാസീവായിട്ട് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ്. സോ ദാറ്റ് വി ക്യാൻ പെർസ്യൂ ഫോർ സംതിങ് ദാറ്റ് വി ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ. പലരും എൻ്റെ മനസ്സിലാക്കലിൽ നമ്മുടെ ജോബ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഒരു സൈക്കിളിൽ പെട്ട് അങ്ങനെ വന്ന് ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എവറിബഡി വാണ്ട്സ് ടു റിട്ടയർ ഏർലി ആൻഡ് ഡു സംതിങ് ഓൺ ദെയർ ഓൺ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫിനാൻഷ്യൽ ഫ്രീഡം ഉൾക്കൊള്ളുകയും വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത്? നമുക്ക് 45 അല്ലെങ്കിൽ 50 1 lakh per month നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാനൊരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാൽക്കുലേഷനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ ഇത് യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്റ് ഞാൻ ഡെഫിനറ്റ്ലി എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ക്രീൻ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് സ്പെസിഫിക്കലി നമ്മൾ ഒരു സ്പെസിഫിക് കാൽക്കുലേറ്റർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ കീം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ റിട്ടയർ ചെയ്യാൻ പറ്റും, എത്ര ഇൻകം വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാൽക്കുലേറ്റർ വേണമെങ്കിൽ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ എന്ന് മാത്രം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ ഷെയറിലേക്ക് പോകാം, കാൽക്കുലേഷൻസ് നോക്കാം. ഈ കാൽക്കുലേഷനകത്ത് ഒരു 25 വയസ്സുകാരൻ, ഒരു 30 വയസ്സുകാരൻ, ഒരു 35 വയസ്സുകാരൻ, ഒരു 40 വയസ്സുകാരൻ, ഇങ്ങനെ 4 ഏജ് ബ്രാക്കറ്റിൽ നമുക്ക് നോക്കാം. സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് റിയലി ഈസ് ഇറ്റ് പോസിബിൾ ഫോർ അസ് ടു ഒരു 1 lakh per month കിട്ടുന്നത് റിയലി പോസിബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഞാനത് ചെയ്യുന്നത്. പല ഏജ് ബ്രാക്കറ്റിൽ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലാക്കൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഏജ് ഗ്രൂപ്പാണ് ഞാൻ ഈ പറയുന്നത്. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് മോർ യൂസ്ഫുൾ ഫോർ എവറിബഡി ഹു വാച്ചസ് ദിസ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാര്യത്തിലേക്ക് നമ്മുടെ കാൽക്കുലേറ്ററിലേക്ക് നോക്കാം. അപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ആദ്യം 25 year oldൻ്റെ കാൽക്കുലേഷൻ എടുക്കാം. 25 ആണ് നിങ്ങളുടെ ഏജെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 45 ആണ്. 45-നകത്ത് നമുക്ക് 1 lakh rupees കിട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. 45 ആണ് നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നൊരു ഏജ്. റിട്ടയർ ചെയ്യുകയല്ല, ബേസിക്കലി നമ്മൾ കോർപ്പറേറ്റ് ലൈഫ് നിർത്തിയിട്ട് പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ലിവ് അപ് ടു 80 കൊടുക്കുക. മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 1 lakh rupees ആണ് കിട്ടണമെങ്കിൽ, അപ്പോൾ 1 lakh rupees തന്നെ മന്ത്ലി എക്സ്പെൻസ് കണക്കാക്കാം. 1 lakh. ഓക്കെ. അപ്പോൾ നമ്മൾ 25 year old 45 റിട്ടയർ ചെയ്യുമ്പോൾ 20 വർഷമുണ്ട്, നല്ല സബ്സ്റ്റാൻഷ്യൽ സമയമുണ്ട്. പോസ്റ്റ് റിട്ടയർമെൻറ്റ് 1 lakh എന്ന് പറയുന്നത് 3,20,000 ആവും. ഇൻഫ്ലേഷൻ തന്നെ ആ ലെവലിൽ കൊണ്ടെത്തിക്കും. 20 years ഉണ്ടല്ലോ, അപ്പോൾ ഓൾമോസ്റ്റ് മോർ ദൻ ട്രിപ്പിൾ ആവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ഓൾസോ ഇറ്റ് മോട്ടിവേറ്റ്സ് മീ ടു ഡു മോർ കോണ്ടന്റ്. ഇനി കോർപ്പസ് റിക്വയർഡ് അറ്റ് ദ റിട്ടയർമെൻറ്റ് ടൈം, ആ സമയത്ത് നമുക്ക് എത്ര കോർപ്പസ് വേണം? 7,47,00,000 രൂപയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 7,47,00,000 രൂപ എന്നുള്ളത് നിങ്ങൾ ഞെട്ടണ്ട, ഇത് 20 വർഷത്തിൻ്റെ ടെനുവറിലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഗെറ്റബിൾ. അപ്പോൾ ഞാൻ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 lakhs കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് യൂഷ്വലി നമ്മൾ FDയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാറുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഒരു കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് റേറ്റ് ഓഫ് റിട്ടേൺ ഞാൻ 15 ആണ് കൊടുത്തിരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് 12 ആക്കാം. അപ്പോൾ നമുക്ക് 15 റെഡ്യൂസ് ചെയ്ത് 12 ആക്കുമ്പോഴത്തേക്കും SIPയുടെ റിക്വയർമെൻറ്റ് മാറുന്നുണ്ടോ? എൻ്റെ ദൈവമേ, അതായത്
15 ആയിരുന്നതിൽ കോമ്പൗണ്ടഡ് ആണ്. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. 15 എന്ന് പറയുന്നത് 36,000 റുപ്പീസാണ് നമ്മൾ പ്രൊവൈഡ് 10 lakhs നമ്മൾ അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ 45 വയസ്സ് തുടങ്ങി 80 വയസ്സ് വരെ കിട്ടണമെങ്കിൽ നമുക്ക് 36,000 ആണ് ചെയ്യേണ്ടത്. പക്ഷേ അത് നമ്മൾ മാറ്റി 12 കൊടുക്കുമ്പോഴത്തേക്കും ലുക്ക് ദ ഡിഫറൻസ്, ഇറ്റ് ഇസ് ടേണിംഗ് ഔട്ട് വിത്ത് 63,000 റുപ്പീസ്, ഓൾമോസ്റ്റ് ഡബിൾ. അതിൻ്റെ കാരണം കോമ്പൗണ്ടിങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ഈ ഒരു ഡ്രീം റിട്ടയർമെൻറ്റ് നിങ്ങൾ 25th ഏജിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ഐഡിയലി യു ഷുഡ് ഹാവ് എ SIP എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഒബ്വിയസ്ലി നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് 63,000 റുപ്പീസാണ്. അപ്പോൾ എത്ര ഇൻകം കിട്ടുന്ന ഒരാൾക്കാണ് 63,000 റുപ്പീസ് അല്ലെങ്കിൽ 60,000 റുപ്പീസ് പെർ മന്ത് സേവ് ചെയ്യാൻ പറ്റുമോ? ഐ മീൻ സിമ്പിളാണ്. അത് ഹാഫ് ഇൻകം സേവ് ചെയ്താൽ, ഹാഫ് ഇൻകം സേവ് ചെയ്യുക എന്നുള്ളത് കൂടുതലും ആൾക്കാർക്ക് പ്രാക്ടിക്കൽ അല്ല. എന്നാൽ തന്നെ ദാറ്റ് വിൽ ബി ക്ലോസ് ടു 1,20,000 റുപ്പീസ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഇൻകം നിങ്ങൾ 1,20,000 റുപ്പീസ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ഷുഡ് ആസ്ക് ourselves. At the same time 30% ആണ് നിങ്ങൾ സേവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സംവെയർ ബിറ്റ്വീൻ 1,50,000 to 1,60,000 റുപ്പീസ് ആയിരിക്കണം നമ്മുടെ കറണ്ട് ഇൻകം അറ്റ് ദി ഏജ് ഓഫ് 25 ഫോർ യു ടു റിട്ടയർ അറ്റ് 45. റിട്ടയർ പറഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് 45 റിട്ടയർ ചെയ്യേണ്ട, വർഷം തീർന്നല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 നമുക്ക് കൊടുത്തു നോക്കാം. 50 ആണെങ്കിൽ 10 lakhs അപ്ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈസി. ഈ ഒരു 45 ഒരു 5 years ഡിഫറൻസേ നമുക്കുള്ളൂ. പക്ഷേ ഈ SIP റിക്വയർമെൻറ്റ് 63,000 റുപ്പീസ്, ക്ലോസ് ടു 60,000 റുപ്പീസിന് ഒറ്റയടിക്ക് 38,000 റുപ്പീസ് ആയതുകൊണ്ട് ദാറ്റ് ഇസ് എ പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമ്മൾ വിചാരിക്കും 5 വർഷമല്ലേ ഉള്ളൂ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ദാറ്റ് ഇസ് ഗോയിങ് ടു മേക്ക്, അല്ലെങ്കിൽ 2 വർഷമല്ലേ ഉള്ളൂ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ദാറ്റ് ഇസ് ഗോയിങ് ടു മേക്ക് എന്ന് വിചാരിക്കും. പക്ഷേ മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ ഇതാണ് നമുക്ക് 25-year-old ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി 30-year-old എത്രയാണ്? 45 തന്നെ വെക്കണോ അതോ 50 വെക്കണോ? 45 തന്നെ വയ്ക്കാം. നമ്മൾ 45 എന്ന് കൊണ്ടാണല്ലോ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ 45 ആണ് നമ്മൾ. 30-year-old ആണ് നമ്മളെങ്കിൽ 45-year-old ആകുമ്പോൾ നമുക്ക് റിട്ടയർ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ 98,000 റുപ്പീസാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ബിഗ്. അത്രയും ഇൻകം നമ്മൾ പലരും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഈ 98,000 റുപ്പീസിൻ്റെ അവയർനെസ് എന്ന് പറയുന്നത് ഫോർ 30-year-old ഫോർ ഹിം ഓർ ഹെർ ടു റിട്ടയർ അറ്റ് 45 യു നീഡ് ടു സേവ് ക്ലോസ് ടു 1 lakh പെർ മന്ത്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? 80 വയസ്സ് വരെ നന്നായി ജീവിക്കണമെങ്കിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് 55 കൊടുത്ത് നോക്കാം ഫോർ 30-year-old. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രിങ്സ് ഡൗൺ ടു 33,000 റുപ്പീസ് എന്ന് പറയാം. അപ്പോൾ 33,000 റുപ്പീസ് അഗെയിൻ 30% ആണെങ്കിൽ 30% ആണ് നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ക്ലോസ് ടു 1 lakh. നിങ്ങളുടെ കറണ്ട് ഇൻകം 1 lakh ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇനി കറണ്ട് ഇൻകം 1 lakh അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇൻകം അതിനനുസരിച്ച് കൂട്ടുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഇൻകംസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. കാരണം ദാറ്റ് ഇസ് ഹൗ ഇൻഫ്ലേഷൻ ഇസ് ഗോയിങ് അപ്പ്. ഇനി ഇതും കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു 35-year-old ആളുടെ നോക്കാം. അപ്പോൾ 30 ഏജ് കൂടുന്നതോടെ നമുക്കറിയാം ഈ നമ്മുടെ എക്സ്പെൻസസ് കൂടും. അറ്റ് ദ സെയിം ടൈം ആ കോമ്പൗണ്ടിങ് എഫക്റ്റും കിട്ടില്ല. ഫോർ 35-year-old ടു റിട്ടയർ അറ്റ് 45 ഇസ് അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അൺലെസ് ഹി വിൻസ് ആൻ അബ്സല്യൂട്ട് ബോണസ് ഓഫ് സംതിങ്, ഒരു IPL കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുള്ള സിനിമാക്കാർ മേടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാതെ ഇറ്റ് ഇസ് പ്രാക്ടിക്കലി ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. കാരണം 35-40 നമ്മൾ റിട്ടയർ ചെയ്യണമെങ്കിൽ നമുക്ക് 1 lakh പെർ മന്ത് കിട്ടണമെങ്കിൽ 1,65,000 റുപ്പീസ് പെർ മന്ത് സേവ് ചെയ്യണം. ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു ബി നോട്ട് പോസിബിൾ ഫോർ മോസ്റ്റ് ഓഫ് അസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 lakh ഇവിടെ വേണ്ട, 50,000 ഒന്ന് കൊടുക്കുക. ഒരു പാസീവ് ഇൻകം സെറ്റപ്പിൽ 50,000 കൊടുത്തു നോക്കാം. കാരണം ആസ് യുവർ ഏജ് പ്രോഗ്രസസ് ഇറ്റ് ബിക്കംസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ഹാവ് എ പാസീവ് ഇൻകം അറ്റ് ദി ഏജ് ഓഫ് 45 ടിൽ ദി ഏജ് ഓഫ് 80 എന്ന് പറയുന്നത്. അപ്പോൾ 75 ആണ് നമ്മളിവിടെ 50,000 ഇവിടെ കൊടുക്കുകയാണെങ്കിൽ വരുന്നത്. 45 റിട്ടയർ ചെയ്യണമെങ്കിൽ വിച്ച് ഇസ് ജസ്റ്റ് ഓൺലി 10 years. അപ്പോൾ ഇവിടെ 45 മാറ്റി നമ്മൾ 55 ആക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ജസ്റ്റ് 20,000 റുപ്പീസ് മാത്രം നമ്മൾ മന്ത്ലി സേവ് ചെയ്താൽ മതി. അപ്പോൾ 20,000 സേവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻകം എത്ര ആയിരിക്കണം? 60,000-70,000 റുപ്പീസ് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈസി ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റും. ഇനി ഗോയിങ് ബാക്ക് ടു ദി എക്സ്പെൻസസ്, ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാൽക്കുലേറ്റർ സ്വന്തമായിട്ട് എടുക്കണം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക തന്നെ വേണം. ഈ എക്സ്പെൻസ് നമ്മൾ 50,000 എന്നുള്ളത് 1 lakh ആക്കി എന്ന് വിചാരിച്ചോ. അപ്പോൾ 1 lakh ആക്കിയിട്ടുണ്ടെങ്കിൽ ഫോർ 35-year-old ടു റിട്ടയർ അറ്റ് 55 he needs to have a SIP requirement of 51,000. അപ്പോൾ ഈ 51,000 പെർ മന്ത് കൊടുക്കണമെങ്കിൽ അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദറ്റ് 50% സേവിങ് അല്ലെങ്കിൽ 30% സേവിങ് ഫോർമുല വെച്ച് നോക്കുകയാണെങ്കിൽ 50% സേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ 1 lakhും 30% സേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ 1.5 lakhs വേണം നമ്മുടെ ഇൻകം ആവാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ
കാര്യമെന്നാണ്. നമ്മുടെ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പാസീവ് ഇൻകം ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഫിക്സഡ് സമയത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു സ്റ്റാർട്ട് അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. കാരണം അതെല്ലാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ എല്ലാ 2-3 വർഷം പാസ് ചെയ്യും തോറും അത് ഇറ്റ് ബിക്കംസ് ഓൾ ദ മോർ ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ 1 lakh മാറ്റി 50,000 കൂടി നോക്കാം. കാരണം ഈ പലവരും ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറുണ്ട് 1 lakh ഒക്കെ വേണോ ഇത്ര. എൻ്റെ അഭിപ്രായത്തിൽ 1 lakh വേണം. കാരണം 1 lakh എന്ന് പറയുന്നത് ഇൻ 10 years ടൈം ഇറ്റ് വിൽ ബിക്കം 50,000. ഇൻഫ്ലേഷൻ തന്നെ അത് 1 lakh eat ചെയ്ത് 50,000 ആക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 1 lakh എപ്പോഴും ടാർഗറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഇവിടെ 50,000 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് വെരി പ്രാക്ടിക്കൽ. 35-year-old 50,000 ആണ് നമുക്ക് 55 തുടങ്ങി 80 വരെ വേണമെങ്കിൽ നമ്മൾ 20,000 rupees സേവ് ചെയ്താൽ മതി. പക്ഷേ ഐ ഫീൽ you have to have 1 lakh കാരണം ഇൻഫ്ലേഷൻ ഈസ് ഗോയിങ് ടു ഈറ്റ് അപ്പ് ദ മണി ആൻഡ് ദറ്റ് 1 lakh ഈ ഒരു കോർപ്പസ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലോ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഏജ് 55 ആണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ 60 എടുക്കുക എന്ന് വിചാരിച്ചോ, then it becomes 27,000 rupees on a monthly basis to invest. ഇനി വേറൊരു കോമ്പിനേഷൻ കൂടി നമുക്ക് നോക്കാം. എല്ലാ കോമ്പിനേഷനും നമുക്ക് ഈ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റും. 25-year-old ആണ് ആളെങ്കിൽ റിട്ടയർ ചെയ്യേണ്ടത് ലെറ്റ്സ് സേ 50-ലാണെന്ന് വിചാരിച്ചോ. ഏർലി റിട്ടയർമെൻ്റ് ആണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 lakh rupees per month കിട്ടണമെങ്കിൽ നമ്മൾ 38,000 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി അത് റെഡ്യൂസ് ചെയ്തിട്ട് ലെറ്റ്സ് സേ നമുക്ക് 50,000 rupees ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വിച്ച് ഇസ് ഹാഫ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഹാഫാണ് കിട്ടണമെങ്കിൽ 13,000 rupees മതി, വിച്ച് ഇസ് വെരി മച്ച് പോസിബിൾ. അങ്ങനെ ഈ 13,000 rupeesനെ നമ്മൾ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു 30% സേവിങ്സ് എടുത്താൽ തന്നെ നമ്മൾ 40,000-50,000 rupees ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഏർലി റിട്ടയർ ചെയ്യാനും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രയും ഏർലി റിട്ടയർമെൻറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ ഒരു കോർപ്പസ് ബിൽഡിംഗ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കോർപ്പറേറ്റ് ലൈഫ് വിട്ട് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈഫ് പാസീവ് ഇൻകത്തിലൂടെ നേടാൻ പറ്റും. അപ്പോൾ ഈ കാൽക്കുലേറ്ററിന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. Until we come next time with another informative video. Thomas Wagi signing off. Bye bye.